പ്രിയമുള്ളവരെ, കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മദിനം ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പലിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ വെച്ച് നടക്കുമ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തൊഴിലവസരങ്ങൾ നൽകൂ സർക്കാരെ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നതൊഴിച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാധ്യത കേരളത്തിൽ വർദ്ധിക്കുന്നില്ല, ഭാരതത്തിൽ വർദ്ധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഭാരതം നശിച്ചു പോകും. കേരളം ഇപ്പോൾ തന്നെ നാശത്തിന്റെ വക്കിലാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ കയറി ആദ്യത്തെ വർഷം കഴിഞ്ഞ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഞാൻ ഇവിടെയുള്ള തൃശ്ശൂരിന്റെ വികസനത്തില് തൃശ്ശൂരിന്റെ MLA-മാർ ഒന്നും ചെയ്യുന്നില്ല എന്ന ഒരു പ്രസ്താവന നടത്തി. അടുത്ത ദിവസം തന്നെ ആ പ്രസ്താവനയെ തൃശ്ശൂരിലെയും കൊല്ലൂരിലെയും ഒക്കെ MLA മനസ്സിലാക്കിയത് ആ പ്രത്യേക MLA-യോടുള്ള വിദ്വേഷമായിട്ടാണ്. പ്രിയമുള്ളവരെ, അന്ന് ഞാൻ പറഞ്ഞത് പുത്തൂര് 4 വർഷം മുൻപാണ്. കാഴ്ചബംഗ്ലാവ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയുള്ള റോഡുകൾ വികസിതമല്ല, മാത്രമല്ല ഒല്ലൂര് ജംഗ്ഷൻ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ തൃശ്ശൂരിനെ സംബന്ധിച്ച പരാതിയായിട്ട് ഞാൻ അവതരിപ്പിച്ചപ്പോൾ അത് MLA-ക്കെതിരെയുള്ള പരാതിയായിട്ടാണ് മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, MLA-ക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? അത് നടത്തണമെങ്കിൽ പണം വേണം. പണമില്ല കേരളത്തില്, അതായത് ഖജനാവിൽ പണമില്ല. അതുകൊണ്ട് അടുത്ത കൊല്ലം 50 കോടി തരും, 100 കോടി തരും എന്ന് പ്രഖ്യാപിക്കുന്നതല്ലാതെ ഒരു പരിപാടി നടക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് പ്രിയമുള്ളവരെ പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ 108ാം ജന്മദിന സമ്മേളനത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്തായിരിക്കണം ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ? ശരിയാണ്, ഒന്നാമതായി ഇവിടുത്തെ GDP പൊതു ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടാകണം. അതുണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ കേരളവും കേന്ദ്രവും അവകാശപ്പെടുന്നത് ഉണ്ട് എന്നാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം നോക്കണം. എന്താണ്? ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ആളോഹരി വരുമാനം കിട്ടും. അപ്പോൾ ഈ 5 ട്രില്യനായി 6 ട്രില്യനായി എന്ന് പറയുന്നത് ലോകത്തിന്റെ 4ാം സ്ഥാനത്താണ്, 5ാം സ്ഥാനത്താണ് എന്ന് പറയുന്നത് 150ാം സ്ഥാനത്താകും. എനിക്ക് 1 കോടി രൂപ വരുമാനവും 1 ലക്ഷം പേരും ഉണ്ടെങ്കിൽ ആ 1 കോടി വരുമാനം കൊണ്ട് എനിക്ക് എന്താ കാര്യം? ആ 1 ലക്ഷം പേർക്ക് വീതിച്ചു വരുമ്പോൾ ഒന്നുമില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ദേശീയ വരുമാനം കൂടുന്നു, ആളോഹരി വരുമാനം കൂടുന്നു എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ഇതിൽ വലിയ കേരളത്തിലെ ഈ കണക്കിൽ വലിയ ചതിയുണ്ട്. എന്താണ്? ഈ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഞങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ കണക്കിനെ പറയുന്ന ഒരു പേരുണ്ട്. ചെറിയ നുണയുണ്ട്, വലിയ നുണയുണ്ട്, സ്ഥിതി വിവര കണക്കുണ്ട്. അപ്പൊ ഏറ്റവും വലിയ നുണയാണ് ഈ സ്ഥിതി വിവര കണക്ക് ഈ പറയണേ. ദേശീയ വരുമാനത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് അതിനെ വിശകലനം ചെയ്യണം. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ അതിന് 2 ഭാഗമുണ്ട്. ഒരു ഭാഗത്തെ GDP എന്നാണ് പറയുക, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. മറ്റൊരു ഭാഗത്തെ റെമിറ്റൻസസ് എന്നാണ് പറയുക. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അതിർത്തിയിൽ ഉണ്ടാക്കുന്നതാണ്. റെമിറ്റൻസസ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വെളിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നമ്മുടെ കേരളം ശക്തമാണോ എന്നറിയാൻ കേരളത്തിന്റെ ദേശീയ വരുമാനത്തിൽ നിന്ന് റെമിറ്റൻസസ് കുറയ്ക്കണം. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയൊന്നും ഉണ്ടാകില്ല. അപ്പൊ പ്രിയമുള്ളവരെ, കേരളത്തിന്റെ അതിർത്തിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ വരുമാനം എത്രയാണെന്ന് സർക്കാർ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ കേരളം തകർന്ന് തരിപ്പണമായി എന്ന് മനസ്സിലാവുക. കാരണം ഇപ്പോൾ കേരളത്തിലേക്കുള്ള വരുമാനം മുഴുവൻ കേരളത്തിൻ്റെ മക്കളൊക്കെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, ഹൈദരാബാദിൽ ജോലി ചെയ്യുന്നു,
പൂനെയിൽ ജോലി ചെയ്യുന്നു, ഡൽഹിയിൽ ജോലി ചെയ്യുന്നു, അവരൊക്കെ വീടുകളിലേക്ക് വരുമാനം അയക്കുന്നു. കൂടെ കുറെ പേര് മദ്രാസിൽ ജോലി ചെയ്യുന്നു, കോയമ്പത്തൂർ ജോലി ചെയ്യുന്നു. അപ്പൊ ആ വരുമാനം യഥാർത്ഥത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയും തമിഴ്നാടും പൂനെയും മഹാരാഷ്ട്രയാണ്. അവിടുന്ന് കിട്ടുന്ന പിച്ചക്കാശാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ഗൾഫിലേക്ക് പോകുന്ന കുടിയേറുന്നവര്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവര് അവരയക്കുന്ന പണവും. അപ്പൊ പ്രിയമുള്ളവരെ, കേരളത്തിന്റെ അതിർത്തിക്കുള്ളിലെ ഉൽപാദനം തകർത്ത് കളഞ്ഞത് കൊണ്ടാണ് കേരളത്തിലെ ഇന്ന് യുവാക്കൾക്ക് ജോലിയില്ലാതെ ഇവിടെ നിന്ന് നാട് വിട്ടു പോകേണ്ട ഗതികേടിലെത്തിയത്. എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, കേരളത്തിൽ ബാംഗ്ലൂരിൽ എനിക്ക് 80,000 രൂപയുണ്ട് സാറേ, 40,000 രൂപയ്ക്ക് ഞാൻ കേരളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാണ്. എവിടെയാണ് തൊഴിലവസരങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദേശീയ വരുമാനം കൂട്ടുക, ആളോഹരി വരുമാനം കൂട്ടുക എന്നത് മാത്രമല്ല ഒരു സർക്കാരിന്റെ സാമ്പത്തിക ലക്ഷ്യമായിരിക്കേണ്ടത്. ഒരു സർക്കാരിന്റെ സാമ്പത്തിക ലക്ഷ്യത്തില് പ്രഥമ പരിഗണന കിട്ടേണ്ട കാര്യമാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതിനുള്ള ഫാക്ടറികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. പ്രിയമുള്ളവരെ, സമരം ചെയ്ത് കമ്പ്യൂട്ടർവൽക്കരണത്തെ ഇവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. അത് ആർക്ക് ഗുണമുണ്ടായി? ആന്ധ്രയ്ക്കും കർണാടകയ്ക്കും ഗുണമുണ്ടായി. 1980-കളില് കമ്പ്യൂട്ടറിനെ ഒരു തൊഴിൽ തിന്നുന്ന ബഗനായിട്ട് ചിത്രീകരിച്ച് അതിനെവിടെ നിന്ന് നാട് കടത്തിയപ്പോൾ ആ ബഗൻ ഇന്ന് ഹൈദരാബാദിലും മറ്റു പൂനെയിലും ബാംഗ്ലൂരും ആ ബഗൻ നിന്നുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ പോകുന്നവരില് 90% പേരും പോകുന്നത് ഈ കമ്പ്യൂട്ടർ IT മേഖലയിലേക്കാണ്. ഇത്തരം വ്യവസായങ്ങൾ സർവീസ് മാത്രമല്ല, ഉൽപാദന വ്യവസായങ്ങളും കേരളത്തിൽ കൂടുതലായി ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുക്കളായി മാറുമ്പോൾ മാത്രമാണ് കൃഷിക്കും യുവാക്കൾക്കും ഇവിടെ നിലനിൽക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ പുതിയ നയമെന്ന് പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിനും കേരളത്തിനും കഴിയുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ് കത്തോലിക്ക കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സർക്കാരിന്റെ കൈ കൊണ്ട് കിട്ടുന്ന 2000 രൂപ പെൻഷൻ എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷെ അതൊരു ഔദാര്യമാണ്. മറ്റൊരുത്തന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നവന് ആത്മാഭിമാനം ഉണ്ടാവില്ല. ആത്മാഭിമാനമില്ലാത്ത ജനത ഒരു രാജ്യത്തിന് ശാപമാണ്. ആത്മാഭിമാനമില്ലാത്ത വ്യക്തി എങ്ങനെ അവൻ ആത്മാഭിമാനം ഉണ്ടാക്കുക? അവനാവശ്യമുള്ളത് ഉൽപ്പാദിപ്പിച്ച് അവന്റെ സ്വന്തം നിലനിൽപ്പ് ഭദ്രമാക്കാൻ കഴിയണം. ഞാൻ പണ്ട് ഒരു വാചകം കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരുവന് മത്സ്യം കൊടുക്കൂ, അവൻ അത് വാങ്ങി തിന്നും. എന്നാൽ നിങ്ങൾ ഒരുവനെ ചൂണ്ട വാങ്ങി കൊടുക്കൂ, അവൻ മത്സ്യം പിടിച്ച് അവൻ സ്വയം തിന്നുമ്പോൾ ഞാൻ മറ്റാരുടെയും ദാസനല്ല, ഞാൻ മറ്റാരുടെയും ഔദാര്യം കൊണ്ടല്ല ജീവിക്കുന്നത് എന്ന ആത്മാഭിമാനം അവനിലുണ്ടാകും. പ്രിയമുള്ളവരെ, സ്വയം വാങ്ങി ദാനം വാങ്ങി കഴിക്കുന്ന ഒരു ജനതയാക്കി ഒരു രാജ്യത്തെ മാറ്റി എന്ന് പറയുന്നതിൽ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മേന്മ ഭാവിക്കാൻ യാതൊന്നും തന്നെയില്ല. അതുകൊണ്ട് അത്തരം അവകാശവാദങ്ങൾ തികഞ്ഞ അവജ്ഞയോടെ സമൂഹം തള്ളിക്കളയണം. ആദ്യം എന്ത് ചെയ്യണം? അതെ, കുട്ടികൾക്കാണ് നമ്മൾ അവരെങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരിക? ഒരു കുട്ടിക്ക് ആദ്യം നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. 18 വയസ്സാകുമ്പോൾ തൊട്ട് അവനോട് പറഞ്ഞു കൊടുക്കും, എന്താണ് ഇനി നിനക്കാവശ്യമുള്ളത് നീ ഉൽപ്പാദിപ്പിക്കണം. പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയാകുമ്പോഴോ അവൻ തൊഴിലെടുത്ത് ജീവിക്കുക മാത്രമല്ല,
മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്നവനാകാൻ അവന് കഴിയണം. അതാണ് ഒരു സംരംഭകൻ. അപ്പൊ പ്രിയമുള്ളവരെ, ഔദാര്യം വാങ്ങിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നവരായും അതിൽ നിന്ന് തൊഴിൽ നൽകുന്നവരായും മാറാനുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയത്തക്ക വിധത്തിൽ ജനങ്ങൾ സാമൂഹിക സമ്മർദ്ദം ചെലുത്തണം എന്ന് ആഹ്വാനം ചെയ്യാനാണ് ഈ 108ാം ജന്മദിന സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു ആഗ്രഹം നിങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ കണ്ണൂർ നടക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഈ ആവശ്യം ഉയർത്തിക്കൊണ്ട് പങ്കെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നു. നന്ദി.